നമസ്കാരം, സുഭാഷാറാണ്. നമ്മളിന്ന് +1 റെഗുലർ ആൻഡ് സേ കുട്ടികൾക്ക് വേണ്ടിയുള്ള മാത്സിന്റെ അടിപൊളി 3 ചോദ്യങ്ങളാണ്. ഇപ്പോഴത്തെ രീതി കൂടെ നമ്മൾ പഴയ കാര്യങ്ങൾ മീൻസ് പഴയ പ്രോബ്ലംസുകൾ അതേപടി പഠിച്ചു പോയാൽ എക്സാമിന് എത്തുമ്പോൾ പണി പാടാൻ സാധ്യതയുണ്ട്. നിങ്ങളതിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, വ്യത്യാസങ്ങളുള്ള പുതിയ ചോദ്യങ്ങൾ, പക്ഷേ പഴയ ക്വസ്റ്റ്യൻസുമായിട്ട് വളരെ റിലേറ്റഡ് ആയിരിക്കണം. അങ്ങനത്തെ ചോദ്യങ്ങളെ സെലക്ട് ചെയ്ത് പഠിച്ചാൽ ഒരു പ്രോബ്ലം ഇല്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മളിപ്പോൾ പഠിച്ചു വന്നൊക്കെ വളരെ സിമ്പിൾ ആയിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അതിന്റെ കാരണം അങ്ങനെ പഠിച്ചു വന്നുകൊണ്ട് നമ്മൾക്ക് വലിയ കാര്യങ്ങൾ മീൻസ് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ലൊരു എൻട്രൻസിനൊക്കെ എത്തുമ്പോൾ കുട്ടികൾക്കൊന്നുമേ എഴുതാൻ പറ്റുന്നില്ല എന്നുള്ള ആ തിരിച്ചറിവ് വന്നതിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു മാറ്റത്തിന് കാരണം. അതുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് മാറുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ക്വസ്റ്റ്യൻ ടഫാണ്, എനിക്ക് പഠിക്കാൻ വയ്യ എന്നുള്ള വേർഡുകളൊന്നും നിങ്ങൾ ഇനി ഉപയോഗിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇനി നന്നായിട്ടൊക്കെ നല്ല ജോലി കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഉയരണം, വളരണം. ഓക്കെ, ഇന്ന് അതിന് പറ്റിയ നല്ല ചോദ്യങ്ങളാണ് എടുത്തേക്കുന്നത്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ അറിയാവുന്ന കുറെ ക്വസ്റ്റ്യൻസുകൾ നിങ്ങളെ പഠിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അറിയാൻ വയ്യാത്തത് അറിവിലോട്ട് എത്തിക്കുക, അറിയാവുന്നതിലോട്ട് എത്തിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. സമയം കളയണ്ട, പിന്നെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സസ് കിട്ടും, ക്വസ്റ്റ്യൻ പാക്കേജ് കിട്ടും, ഇക്വേഷൻ ബുക്കിലെറ്റ് കിട്ടും. എല്ലാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് +1 ഫുൾ മാർക്ക് കിട്ടുന്ന രീതിക്കുള്ള ക്ലാസ് ആണ് കിട്ടുന്നത്. മീൻസ് നമ്മുടെ റിവിഷൻ ക്ലാസ് ആണ്. ഇപ്പൊ താഴെ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, ഒന്നിൽ വിളിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റേഞ്ച് ഓഫ് f(x) is equal to 2 minus modulus of x plus 5 ആണോ? അപ്പൊ അവിടെ നമുക്കൊരു പ്രത്യേകത നിങ്ങൾ കാണുന്നത് മോഡുലസിനെ കാണുന്നു. പ്രത്യേകിച്ച് ഈ പേര് അത്ര ഇഷ്ടമേ അല്ല പല കുട്ടികൾക്ക്, റേഞ്ച് എന്നൊക്കെ കേൾക്കുമ്പോൾ അല്ലേ. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കാൻ ആരും ശ്രമിക്കാറില്ല. കേട്ടിട്ടുണ്ട്. ഓടേഡ് പേരാണെങ്കിൽ എളുപ്പം അല്ലേ, പിന്നെ രണ്ടാമത്തെ നമ്പറിനെ എടുത്ത് സെറ്റ് ആക്കിയ റേഞ്ച് കിട്ടി. അത് നമ്മൾ സ്റ്റാർട്ടിങ്, പിന്നെ അങ്ങോട്ട് അങ്ങനെ ജനറലായിട്ട് പഠിക്കണം. ജനറലായിട്ട് പഠിക്കുമ്പോൾ നോക്കിക്ക്, റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ എക്സിന്റെ പ്ലേസിൽ നിങ്ങൾ ഇങ്ങനെ പല നമ്പറിനെ കൊടുക്കാം. റിയൽ നമ്പറിൽ ആരും കൊടുക്കാം, 1 കൊടുക്കാം, 2 കൊടുക്കാം, 1000 കൊടുക്കാം, ലക്ഷം കൊടുക്കാം, -1000 കൊടുക്കാം, ആരും കൊടുത്തു. പക്ഷെ കിട്ടൂല ആൻസർ. ആൻസറിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു എൻഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുത് ഇതാണ് അല്ലെങ്കിൽ ഏറ്റവും വലുത് ഇതാണ്. അങ്ങനെ റേഞ്ച് നമുക്ക് കണ്ടുപിടിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ ഉള്ളിൽ ഒരു മീനിങ് ഉണ്ട്. ആ മീനിങ് വെച്ചുകൊണ്ടാണ് ഇതിലേക്ക് ആൻസർ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ചെയ്ത് കൊടുത്തെന്നുള്ളതല്ല. ആൻസറിനെ കണ്ടുപിടിക്കാൻ നമ്മൾ ആ മീനിങ്, ആ കൺസെപ്റ്റ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കി വേണം എഴുതാൻ. ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റഡ് പാർട്ട് ഇതാ മോനെ, മോഡുലസ് ഓഫ് x + 5 ആണ് കേട്ടോ. ഈ മോഡുലസ് കൂടെ നമുക്കറിയാം, മോഡുലസിനുള്ളിൽ ആര് വന്നോട്ടെ, പക്ഷെ പുറത്തോട്ട് വരുമ്പോൾ പോസിറ്റീവ് ആണ്, ശരിയല്ലേ? അപ്പൊ മോഡുലസ് ഓഫ് x + 5 ഇത്രേന്റെ വാല്യൂ പോസിറ്റീവാ. പക്ഷെ ഇവിടെ ആരാ മോനെ, മൈനസ് മോഡുലസ് ആണ്, വെറും മോഡുലസ് അല്ല, മൈനസ് മോഡുലസ്. ഈ മൈനസ് മോഡുലസ് നിന്നെ എവിടെങ്കിലും നിങ്ങൾ കണ്ടാൽ അവിടെ വെച്ച് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. മൈനസ് മോഡുലസ് ഓഫ് x + 5, 2നെ വിട്ടേര്, മൈനസ് മോഡുലസ് ഓഫ്, ഞാൻ മൈനസിനോട് ചേർത്താണ് ഇപ്പൊ ബ്രാക്കറ്റ് ഇട്ടത് കേട്ടോ. മൈനസ് മോഡുലസ് ഓഫ് x + 5 കിട്ടാവുന്ന ഏറ്റവും വലിയ വാല്യൂ 0 ആണ് മോനെ. ഏറ്റവും വലിയ വാല്യൂ ആരാ മോനെ? 0. മറന്നുപോലോ, ഒന്നുകൂടെ കേട്ടോ. മൈനസ് ഓഫ് മോഡുലസ് ഓഫ് x + 5 കൂടെ കിട്ടാവുന്ന ഏറ്റവും വലിയ വാല്യൂ 0 ഓക്കെ. പിന്നെ അങ്ങോട്ട് ചെറുതായിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാ? ഈ നെഗറ്റീവ് ഇവിടെ കിടക്കുന്നതുകൊണ്ട് ആൻസർ അല്ലേ നെഗറ്റീവ് ആവും. ഇവിടെ 0 വരുമ്പോൾ മാത്രം 0 ഏറ്റവും. പിന്നെ അങ്ങോട്ട് 1 വന്നു കഴിഞ്ഞാൽ -1, 2 വന്നു കഴിഞ്ഞാൽ ഈ -1 ചെയ്യുമ്പോൾ -2, അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഏറ്റവും വലിയ വാല്യൂ എത്രയാണ്? 0. 0 കൂടുതൽ നമുക്ക് ആൻസർ കിട്ടത്തില്ല. ആരുടെ ചേർന്നപ്പോഴാണ്? മൈനസോടെ ചേരുമ്പോൾ. ഓക്കെ, ഇവിടെ അപ്പൊ നോക്കിക്കേ 2 ഉണ്ടല്ലോ അല്ലെ. അപ്പൊ 2 - 0. അപ്പൊ 2 - 0 ആണ് ഏറ്റവും വലിയ വാല്യൂ. ആൻസർ അപ്പൊ എത്ര മോനെ? 2. ഒന്നുകൂടെ കേട്ടോ, മൈനസ് മോഡുലസ് ഓഫ് x + 5 കൂടെ കിട്ടാവുന്ന ഏറ്റവും വലിയ വാല്യൂ 0. ചെറിയ വാല്യൂ പറയാൻ പറ്റത്തില്ല, കുറഞ്ഞുകൊണ്ടിരിക്കുക, നെഗറ്റീവ് ഉള്ളതുകൊണ്ട് കേട്ടോ. നെഗറ്റീവ് ഇങ്ങനെ ചെറുതായിക്കൊണ്ടിരിക്കും, പക്ഷെ ഏറ്റവും വലിയ വാല്യൂ എത്ര മോനെ? 0. അപ്പൊ ആ സമയത്ത് 2 ചേരുമ്പോൾ 2 - 0. അപ്പൊ 2 - 0 ആണ് ഏറ്റവും വലിയ വാല്യൂ. പിന്നെ അങ്ങോട്ട് ആൻസർ എന്തായിക്കൊണ്ടിരിക്കും? ചെറുതായിക്കൊണ്ടിരിക്കും. നോക്കിക്കോ, ഞാനിപ്പോ എക്സിനൊരു 7 എന്ന് കൊടുത്തു. 7 എന്ന് കൊടുത്താൽ എന്താ മോനെ കിട്ടുന്നത്? 7 + 5 12. മൈനസ് ഉള്ളപ്പോൾ -12. അപ്പൊ 2 - 12 -10 ആവും കണ്ടോ. നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ. ഇനി എന്താണ്? വേറെ നമ്പർ കൊടുത്താൽ ഇനിയിപ്പം ഈ 5x എന്നുള്ളതിന് നിങ്ങൾ 50 കൊടുത്താൽ ആൻസർ പിന്നെയും ചെറുതാവുക. ആൻസർ ഇങ്ങനെ ചെറുതായിക്കൊണ്ടിരിക്കും കേട്ടോ. ഏറ്റവും വലിയ വാല്യൂ എത്രയാണ് ഇവിടെ കിട്ടുന്നത്? ഇതിനകത്തുനിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ വാല്യൂ 0 ആണ്. ഈ 2 ചേരുമ്പോൾ ഉള്ള വാല്യൂ അപ്പൊ എത്ര ആയിട്ട് മാറി? 2 ആയിട്ട് മാറി. അപ്പൊ ഏറ്റവും വലിയ വാല്യൂ 2 ആണ്. പിന്നെ കുറഞ്ഞു വരുന്നു. therefore -∞ to 2.
ഇതാണ് നമ്മുടെ ഇതിന്റെ റേഞ്ച്. ഓക്കെ, ഇനി ഇതിന് മറന്നു പോകരുത്. റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ ഈസ് -∞ to 2. നിങ്ങൾ ഇനി ഏതെങ്കിലും നമ്പർ ഇട്ട് കൊടുത്ത് നോക്കിയോ, ആൻസർ 2 കൂടുതൽ കിട്ടുമെന്ന് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല കേട്ടോ. ഓക്കെ, ഇനി റേഞ്ച് ഓഫ് x-4/4 - x, ഇതിന്റെ റേഞ്ച് കണ്ടുപിടിക്കുക. ഇത് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്, പക്ഷെ ചിലർക്കൊരു കാര്യം ഇത് കാണുമ്പോൾ കത്തി കാണും. x-4 4 - x അല്ലേ വരെ. അപ്പൊ ഇവിടെ f of x is equal to x-4 divided by 4 - x എന്നാണ് അല്ലേ. ഇത് സിംപ്ലിഫൈ ചെയ്താൽ x-4 by ഈ 4 - x-നെ x-4 എന്ന് എഴുതാം. ആരും ഒന്നും വഴക്ക് പറയത്തില്ല കേട്ടോ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കണം, പുറത്ത് എന്ത് ഇട്ടേക്കണം? മൈനസ്. ഓക്കെ, എന്നേ ശരിയാകത്തുള്ളൂ. അല്ലാതെ ചുമ്മാ ഒരാളെ തിരിച്ചിടാൻ പറ്റില്ല. ഇപ്പം 5 - 2 2 - 5 തുല്യമെന്ന് പറയല്ലോ. 5 - 2-നെ 2 - 5-ന് തുല്യമാക്കാം. 5 - 2 എന്ന് പറഞ്ഞാൽ 2 - 5 ഈക്വൽ ആക്കാം. പക്ഷെ പുറത്തൊരു ബ്രാക്കറ്റ് ഇട്ട് മൈനസ് ഇട്ടാണ് കേട്ടോ. അപ്പോഴേ ഈക്വൽ ആകത്തുള്ളൂ. രണ്ടും ഇപ്പൊ ഈക്വൽ കേട്ടോ. 5 - 2-ന്റെ വാല്യൂ 3, 2 - 5-ന്റെ വാല്യൂ -3 ആ. ഈ മൈനസോട് ചേരുമ്പോൾ +3 ആവും. ഓക്കെ, അപ്പൊ ഞാൻ തിരിച്ചിട്ട് മൈനസ്. ഇപ്പൊ നോക്കിക്കാൻ വേണ്ടി ഇത് രണ്ട് സെയിം ആയി, ക്യാൻസൽ ആയി. x-4/x-4 ക്യാൻസൽ ആയി. പക്ഷെ മൈനസ് ഉള്ളതുകൊണ്ട് ആൻസർ ആയി -1. ഓക്കെ, അപ്പൊ f of x-ന്റെ വാല്യൂ -1 ഒരു കോൺസ്റ്റന്റ് ആവാനെ. therefore റേഞ്ച് എന്ന് പറഞ്ഞാൽ ആരെ മാത്രമേ കിട്ടത്തുള്ളൂ? -1 മാത്രം. ഓക്കെ, ഇതാണ് ഇതിന്റെ റേഞ്ച്. അല്ല -∞ to +∞ അങ്ങൊന്നുമില്ല, -1 മാത്രം. അതാണ് എക്സിന് നിങ്ങൾ ആരെ കൊടുത്താലും, ഇവിടെ എക്സിന്റെ പ്ലേസിൽ ആരെ കൊടുത്താലും നിങ്ങൾക്ക് -1 കിട്ടത്തുള്ളൂ. ശരിയാ, നോക്കാം. എക്സിന് ഞാൻ 10 എന്ന് കൊടുത്തു. നോക്കി, ഇവിടെ എക്സിന് 10 കൊടുത്താൽ എത്ര? 10 - 4/4 - 10 ശരിയല്ലയോ? 10 - 4/4 - 10. വാട്ട് ഈസ് 10 - 4? 6. 4 - 10 -6 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ -1. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി എക്സിന് ആരെ കൊടുത്താലും -1. ഇപ്പൊ ക്ലിയർ ആയല്ലോ. റേഞ്ച് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ആൻസർ ആണ്. കിട്ടുന്നത് ഇവിടെ -1. ദാറ്റ്സ് ഓൾ, വേറെ ഒന്നുമില്ല. ഓക്കെ, റേഞ്ച് -1. മറ്റൊരു ദിവസം സോൾവ് -5 ≤ 2 + 3x ഹോൾ ഡിവൈഡ് ബൈ 4 ≤ 9. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എക്സിനെ കണ്ടുപിടിക്കണം. അതായത് എക്സ് ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ്. ഇവൻ കണ്ടോ, ഇവനെ കണ്ടുപിടിക്കണം കേട്ടോ. എന്ന് പറയാം, ഈ നടുക്ക് ഈ എക്സ് മാത്രമാണ്. ഈ രണ്ട് ഇൻഇക്വാലിറ്റിക്ക് ഇടയ്ക്ക് എക്സ് മാത്രം വരണം. അതാണ് ആൻസർ. ഇവിടെ ഇപ്പൊ കുറെ പേരുണ്ട്, അതനുസരിച്ച് ഇങ്ങനെ ഈ നമ്പറുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് തരുന്നത് -5 ≤ 2 + 3x ≤ 9. ഇവിടെ ഒരു /4 ഉണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ട ഹോൾ /4 കണ്ടവനെ ഇവനെ അങ്ങ് കളയാൻ വേണ്ടി ഇവനെ ഇങ്ങോട്ട് ഇൻഡു ചെയ്യണം, ഇവനെ ഇങ്ങോട്ടും ഇൻഡു ചെയ്യണം. ഓക്കെ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? ഇൻഡു ചെയ്യണം. ഇൻഡു ചെയ്യുമ്പോൾ 4 × -5 -20 ≤ 2 + 3x ≤ 4 × 9 36. ഫസ്റ്റ് സ്റ്റെപ്പ് അല്ല, ഇവനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് പോയേക്കാം, രണ്ടിടത്തോട്ടും പോയി. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ 2-നെ ഇങ്ങോട്ട് കൊണ്ടുവരണം, 2-നെ അങ്ങോട്ട് കൊണ്ടുവരണം. ദാറ്റ് ഈസ് -20 - 2 ≤ 3x ≤ 36 -2. അപ്പോ ഈ 2 ഇങ്ങോട്ട് വന്നു മൈനസായി, ഇങ്ങോട്ട് വന്നു മൈനസായി കേട്ടോ. അപ്പുറത്തോട്ട് ഈ രണ്ട് ഇൻഇക്വാലിറ്റി ഉള്ളത് രണ്ടിടത്തോട്ട് പോകുമ്പോൾ സൈൻ മാറും. നമ്മൾ ഈക്വൽ അപ്പുറം ഇപ്പുറം പോകുന്ന പോലെ. ഓക്കെ, -20 - 2 ദാറ്റ് ഈസ് -22 ≤ 3x ≤ 34. therefore 3x നമുക്ക് വേണ്ട എന്താ? എക്സ് ആ വേണ്ടത്. 3x എക്സ് കണ്ടുപിടിക്കാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ എല്ലാരും ആരുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്? 3. അപ്പൊ എങ്ങനെ വരും? -22/3 ≤ 3x/3 എന്ന് പറയുമ്പോൾ 3 അങ്ങ് വെട്ടിപ്പോയി കഴിഞ്ഞാൽ x ≤ 34/3 തീർന്നു. The value of x lies in between -22/3 and 34/3 തീർന്നു. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പഠിച്ചിരിക്കണമെന്ന് ഞാൻ ഈ പറഞ്ഞത്. അല്ലാതെ ചെറിയ രീതിയിൽ കൂടെ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് എത്തുമ്പോൾ ക്വസ്റ്റ്യൻ ടഫാണ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോരേണ്ടി വരും. അവിടെ നന്നായിട്ട് പ്രിപ്പയർഡ് ആവുക, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായി. വേണം ഇതിന് എക്സ് എലമെന്റ് ഓഫ് എന്നൊക്കെ എഴുതാം കേട്ടോ. എക്സ് എലമെന്റ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവെൽ -22/3 34/3. ഓക്കെ, അപ്പോൾ നല്ല 3 ചോദ്യങ്ങൾ. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഫുൾ ക്വസ്റ്റ്യൻസും ഫുൾ ട്രിക്സും എല്ലാം ഉൾപ്പെടെയുള്ള ക്ലാസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കിട്ടും. ഓക്കെ, എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടായിരുന്നെങ്കിൽ. ഓക്കെ, മനസ്സിലായെങ്കിൽ, പ്രയോജനമാണെങ്കിൽ ഉറപ്പായിട്ട് മക്കളെ നിങ്ങൾ ഒരാൾക്കൊന്ന് ഷെയർ ചെയ്യാൻ നമ്മുടെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.